എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ വിഷയം വരാൻ പോകുന്ന ശുക്രമാറ്റത്തെക്കുറിച്ചാണ്. 2025 ജനുവരി 28 മുതൽ 2025 മെയ് 31 വരെ ശുക്രൻ മീനൻ രാശിയിലേക്ക് ഗ്രഹചാരം നടത്തുകയാണ്. 42 ദിവസത്തോളം മീനൻ രാശിയിലാണ് ശുക്രൻ സ്ഥിതി ചെയ്യുന്നത്. ശുക്രൻ എന്ന് പറയുന്നത് എല്ലാ സുഖങ്ങളുടെയും കാരകനാണ്, കലകളുടെ കാരകനാണ്, ദാമ്പത്യകാരകനാണ്. അതുകൊണ്ട് തന്നെ ശുക്രൻ്റെ രാശിമാറ്റം എല്ലാ രാശിക്കാരിലും വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട്. ശുക്രൻ്റെ ഈ രാശിമാറ്റം മൂലം 9 രാശിക്കാർക്ക് വളരെയധികം ഗുണങ്ങൾ വരുന്നുണ്ട്. 12 രാശിക്കാർക്കും ഇത് ഉച്ചത്തിൽ ശുക്രൻ നിൽക്കുന്നതുകൊണ്ട് കാര്യമായിട്ടുള്ള ദോഷങ്ങൾ വന്നു ഭവിക്കുന്നതല്ല എന്നും അറിയുക. എങ്കിലും ഈ രാശികളിൽ 9 രാശിക്കാർക്ക് വളരെയധികം നേട്ടങ്ങൾ ഈ ഒരു കാലയളവിൽ ഉണ്ടാകും. അത്തരത്തിൽ നേട്ടങ്ങൾ വന്നു ചേരുന്ന ആദ്യത്തെ രാശി മേടൻ രാശിയാണ്. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങൾ ചേരുന്ന മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 12ലേക്കാണ് ശുക്രൻ ഗ്രഹചാരം നടത്തുന്നത്. 12 എന്ന് പറയുന്നത് വ്യയത്തിൻ്റെ, ചെലവിൻ്റെ സ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ ശുക്രൻ ഉച്ചസ്ഥനായിട്ട് മീനൻ രാശിയിൽ വരുമ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം വരവ് കൂടുകയും ചെലവ് കുറയുകയും ചെയ്യും എന്നുള്ളതാണ്. ഇതുവരെയുള്ള ഇവരുടെ ഇതെടുത്തു കഴിഞ്ഞാൽ നേരെ തിരിച്ചായിരുന്നു. ചെലവ് കൂടുതലും വരവ് കുറവുമായിരുന്നു. ശുക്രൻ ഇപ്രകാരം വരുന്നതോടുകൂടി ചെലവ് കുറയുകയും വരവ് കൂടുകയും ചെയ്യും എന്നുള്ളതാണ്. കൂടാതെ ജീവിതത്തിൽ കുടുംബപരമായിട്ട് ദാമ്പത്യപരമായിട്ടും പലതരത്തിലുള്ള പ്രതിസന്ധികളൊക്കെ നേരിട്ടുകൊണ്ടിരുന്ന ഈ രാശിക്കാരെ സംബന്ധിച്ച് കുടുംബസുഖവും ദാമ്പത്യ സുഖവുമെല്ലാം വന്നു ചേരുന്ന കാലയളവാണ്. സന്താനങ്ങൾക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ള കാലയളവാണ്. സന്താനങ്ങൾക്ക് വിദ്യാഭ്യാസ സംബന്ധമായിട്ട് ഉന്നത പഠനത്തിന് അനുകൂലമായിട്ടുള്ളൊരു സ്ഥിതിവിശേഷം വന്നു ചേരും. സന്താനങ്ങൾക്ക് തൊഴിൽ ലഭിക്കുന്ന സമയമാണ്. കൂടാതെ വിവാഹപ്രായമെത്തിയ സന്താനങ്ങളുടെ വിവാഹ കാര്യങ്ങളൊക്കെ തീരുമാനമാകാനും വിവാഹം നടക്കാനുമൊക്കെ സാധ്യതയുള്ള ഒരു കാലയളവുമാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കുറേ കാലമായിട്ട് നിന്നിരുന്നവരുടെ ബിസിനസ് സംരംഭങ്ങളിലൊക്കെ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങളും ചലനങ്ങളും ഒക്കെ വന്നു ചേരുന്ന സമയമാണ്. രാഷ്ട്രീയ പ്രവർത്തകർക്കും കലാകാരന്മാർക്കുമെല്ലാം പൊതുവെ അനുകൂല സമയമാണ്. അവർക്ക് പൊതുവിൽ വ്യാഴത്തിൻ്റെയും ശനിയുടെയും ഒക്കെ അവസ്ഥ കൊണ്ട് നല്ല സമയമായിരുന്നുവെങ്കിലും പല വിധത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങൾ ഈ രാശിക്കാർ അനുഭവിച്ചുകൊണ്ടിരുന്നു. അതിൽ നിന്നെല്ലാം മോചനം കിട്ടുന്ന വളരെ അനുകൂലമായിട്ടുള്ള ഒരു കാലയളവായിരിക്കും ശുക്രൻ 12ൽ വരുമ്പോൾ മേടൻ രാശിക്കാർക്ക് വരാൻ പോകുന്നത്. ശുക്രൻ്റെ രാശിമാറ്റം മൂലം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന അടുത്ത രാശി ഇടവൻ രാശിയാണ്. കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാന 3 പാദം, രോഹിണി, മകീര്യം നക്ഷത്രത്തിൻ്റെ ആദ്യ 2 പാദം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 11ലേക്കാണ് ശുക്രൻ്റെ രാശിമാറ്റം നടത്തപ്പെടുന്നത്. 11 എന്ന് പറയുന്നത് സർവാഭീഷ്ട സ്ഥാനമാണ്, ലാഭസ്ഥാനമാണ്. ശുക്രൻ ഉച്ചസ്ഥനായിട്ട് 11ൽ നിൽക്കുന്ന ഈ കാലയളവ് ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടൊക്കെ തൊഴിൽപരമായിട്ടൊക്കെ പല വിധത്തിലുള്ള പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ നേരിട്ടുകൊണ്ടിരുന്ന ഈ രാശിക്കാരെ സംബന്ധിച്ച് അതിൽ നിന്നെല്ലാം ഒരു മോചനം കിട്ടുന്ന കാലയളവായിരിക്കും ശുക്രൻ്റെ ഈ രാശിമാറ്റം മൂലം വരാൻ പോകുന്നത്. കുടുംബസുഖവും മനസ്സുഖവും വന്നു ചേരുന്നതാണ്. സന്താനങ്ങളെ കൊണ്ട് നേട്ടങ്ങൾ അല്ലെങ്കിൽ സന്താനങ്ങളിൽ നിന്ന് ഗുണാനുഭവങ്ങൾ, മനസ്സന്തോഷം എന്നിവയൊക്കെ അനുഭവിക്കാനുള്ള യോഗമുണ്ട്. ദാമ്പത്യപരമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികളോ സ്വരച്ചേർച്ച ഇല്ലായ്മയോ ഒക്കെ നേരിട്ടുകൊണ്ടിരുന്ന ദമ്പതിമാർക്ക് അതെല്ലാം മാറി സന്തോഷവും സമാധാനവും ഒക്കെ വന്നു ചേരുന്ന സമയമാണ്.
കലാകാരന്മാർ, രാഷ്ട്രീയ പ്രവർത്തകർ എന്നിവരെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ പ്രവർത്തന മേഖലകളിൽ പലതരത്തിലുള്ള പ്രതിസന്ധികളെയും മാനസിക സമ്മർദ്ദങ്ങളെയും ഒക്കെ അതിജീവിച്ച് വരികയായിരുന്നു. അവർക്കെല്ലാം അതിൽ നിന്നൊരു മോചനം കിട്ടുന്ന ഒരു സമയമാണ്. സാമ്പത്തിക നേട്ടങ്ങൾ പലതരത്തിൽ വന്നു ചേരും. പ്രത്യേകിച്ച് കടം കൊടുത്തിട്ട് കിട്ടാതിരുന്ന തുകയെല്ലാം കൈവശം വന്നു ചേരുന്ന ഒരു കാലയളവും ആയിരിക്കും. പൊതുവിൽ ഇടവൻ രാശിക്കാർക്കും വളരെ അനുകൂലമായിട്ടുള്ള അനുഭവങ്ങളായിരിക്കും ശുക്രൻ്റെ രാശിമാറ്റം മൂലം സംഭവ്യമാകാൻ പോകുന്നത്. ശുക്രൻ്റെ രാശിമാറ്റം മൂലം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന മറ്റൊരു രാശി കർക്കിടകൻ രാശിയാണ്. കർക്കിടകൻ രാശിയിൽ പുണർദം, അവസാന പാദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് വരുന്നത്. ഈ രാശിക്കാരെ സംബന്ധിച്ച് ഭാഗ്യസ്ഥാനമായ 9ലേക്കാണ് ശുക്രൻ രാശിമാറ്റം നടത്തുന്നത്. 9ലേക്കുള്ള ശുക്രൻ്റെ രാശിമാറ്റം ഈശ്വരാധീനവും ഭാഗ്യവും നല്ലൊരളവിൽ ഈ രാശിക്കാർക്ക് വന്നു ചേരുന്നതിന് സഹായകമാകുന്നതാണ്. ഈ രാശിക്കാരെ സംബന്ധിച്ച് അവർ 2 വിധത്തിലുള്ള പ്രതിസന്ധികൾ പ്രധാനമായിട്ടും അനുഭവിച്ചുകൊണ്ടിരുന്നു. ഒന്ന് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, 2 ദാമ്പത്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ. ഈ ആരോഗ്യപരമായിട്ടും ദാമ്പത്യപരമായിട്ടും ഇവരനുഭവിച്ചു കൊണ്ടിരുന്ന പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മോചനം കിട്ടുന്ന ഒരു സമയമാണ്. ദാമ്പത്യ കലഹങ്ങളൊക്കെ മാറി, ഏതെങ്കിലും തരത്തിൽ കലഹങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം മാറി ദാമ്പത്യപരമായിട്ട് ഐക്യമുണ്ടാകാനും സന്തോഷപ്രദമായ ഒരു കുടുംബജീവിതം നയിക്കാനും മെച്ചപ്പെട്ട ആരോഗ്യം നിലനിർത്താനും ഒക്കെ ഈ രാശിക്കാർക്ക് കഴിയുന്നതായിരിക്കും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായിരുന്നുവെങ്കിലും അതിൽ നിന്നെല്ലാം ഒരു മോചനം കിട്ടി ബിസിനസ് രംഗത്ത് നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയവും ആയിരിക്കും. കലാകാരന്മാർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കുമെല്ലാം പൊതുവിൽ അനുകൂലമായിട്ടുള്ള ഒരു മാറ്റമാണ് ശുക്രൻ്റെ രാശിമാറ്റം മൂലം വരാൻ പോകുന്നത്. ശുക്രൻ്റെ രാശിമാറ്റം മൂലം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന മറ്റൊരു രാശി എന്ന് പറഞ്ഞാൽ വൃശ്ചികൻ രാശിയാണ്. വിശാഖം നക്ഷത്രത്തിൻ്റെ അവസാന പാദം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന വൃശ്ചികൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 5ലേക്കാണ് ശുക്രൻ രാശി മാറ്റം സംഭവിക്കുന്നത്. ശുക്രൻ്റെ ഈ രാശിമാറ്റം, 5ലേക്കുള്ള രാശിമാറ്റം, 5 എന്ന ഭാവത്തിൻ്റെ പ്രത്യേകത സന്താന സ്ഥാനമാണ്, മനസ്സിൻ്റെ സ്ഥാനമാണ്, സമ്പത്തിൻ്റെ സ്ഥാനമൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ സാമ്പത്തിക നേട്ടങ്ങളും ഐശ്വര്യങ്ങളും മനസ്സന്തോഷവുമെല്ലാം വന്നു ചേരുന്ന ഒരു സമയമാണ്. കുറേ കാലമായിട്ട് ഈ രാശിക്കാരെ അലട്ടിക്കൊണ്ടിരുന്ന പലവിധ പ്രയാസങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്നെല്ലാം ഒരു മോചനം വന്നു ചേരുന്ന സമയമാണ്. ആരോഗ്യപരമായിട്ട് പല വിധത്തിലുള്ള പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരുന്ന ഈ രാശിക്കാർക്ക് അതിൽ നിന്നെല്ലാം മാറ്റം വന്ന് നല്ല രീതിയിലുള്ള ഒരു ആരോഗ്യസ്ഥിതി സംജാതമാകുന്ന ഒരു കാലയളവാണ്. ഉദ്യോഗസ്ഥർക്കൊക്കെ വലിയ നേട്ടങ്ങൾ, അല്ലെങ്കിൽ പ്രമോഷൻ, അനുകൂലമായിട്ടുള്ള ട്രാൻസ്ഫർ എന്നിവയെല്ലാം വന്നു ചേരും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വലിയ നേട്ടങ്ങൾ വന്നു ചേരും. കലാകാരന്മാർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കുമെല്ലാം അവരുടെ മാനസിക സമ്മർദ്ദമൊക്കെ മാറി അവർക്ക് അംഗീകാരങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു സമയവുമായിരിക്കും. പൊതുവെ ശുക്രൻ്റെ രാശിമാറ്റം മൂലം വൃശ്ചികൻ രാശിക്കാർക്കും വളരെ അനുകൂലമായിട്ടുള്ള സ്ഥിതിവിശേഷമാണ് വരാൻ പോകുന്നത്. ശുക്രൻ്റെ രാശിമാറ്റം മൂലം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന അടുത്ത രാശി എന്ന് പറയുന്നത് ധനുരാശിയാണ്. മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 4ലേക്കാണ് ശുക്രൻ രാശിമാറ്റം നടത്തുന്നത്. 4 എന്ന് പറയുന്നത് സുഖമാതൃഭാവമാണ്. അപ്പോൾ സുഖമാതൃഭാവത്തിലേക്ക് ഉള്ള ശുക്രൻ്റെ രാശിമാറ്റം, പ്രത്യേകിച്ച് ഉച്ചസ്ഥനായിട്ടുള്ള രാശിമാറ്റം, ഈ രാശിക്കാർ അനുഭവിച്ചു കൊണ്ടിരുന്ന മനോദുഃഖങ്ങളിൽ നിന്നും ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നുമെല്ലാം ഒരു മോചനം കിട്ടി മനസ്സുഖവും ആരോഗ്യവും സന്തോഷവും ഒക്കെ നിലനിർത്താൻ കഴിയുന്ന ഒരു സമയമാണ്. മാതൃഗുണം കൂടുതലായിട്ട് അനുഭവപ്പെടുന്ന ഒരു കാലഘട്ടമായിരിക്കും. മാതാവിൻ്റെ മാതൃസമ്പത്ത് കാര്യങ്ങളൊക്കെ അധീനതയിൽ വരാനും മാതാവിൽ നിന്ന് പലവിധത്തിലുള്ള നേട്ടങ്ങൾ കൈവരിക്കാനും മാതൃകുടുംബം വഴി ഏതെങ്കിലും തരത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാകാനും, കൂടാതെ ഗൃഹം, വാഹനം എന്നീ
കാര്യങ്ങൾ പലപ്പോഴായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ച് ഈ ഒരു കാലയളവിൽ അത് സാധ്യമാകുന്ന തന്നെ ചെയ്യും. കൂടാതെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വളരെ അനുകൂലമാണ്. കലാ, രാഷ്ട്രീയ, സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും അവർ പല വിധത്തിലുള്ള പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ടിരുന്ന ഈ രാശിക്കാർക്ക് അതിൽ നിന്നെല്ലാം മോചനവും ഒരു അംഗീകാരവും ഒക്കെ തേടി വരുന്ന സമയവുമായിരിക്കും ധനുരാശിക്കാരെ സംബന്ധിച്ച് ശുക്രൻ്റെ രാശിമാറ്റം മൂലം സംഭവ്യമാകുന്നത്. ശുക്രൻ്റെ രാശിമാറ്റം മൂലം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന അടുത്ത രാശി മകരൻ രാശിയാണ്. ഉത്രാടം നക്ഷത്രത്തിൻ്റെ അവസാനം 3 പാദം, തിരുവോണം, അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യ 2 പാദം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന മകരൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 3ലേക്കാണ് ശുക്രൻ ഗ്രഹചാരം നടത്തുന്നത്. 3 എന്ന് പറയുന്നത് സഹോദര സ്ഥാനമാണ്, മുന്നേറ്റ സ്ഥാനമൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 3ലേക്കുള്ള ശുക്രൻ്റെ രാശിമാറ്റം സഹോദര ഗുണം കൂടുതലായിട്ട് അനുഭവപ്പെടുന്നതിന് ഇടയാകുന്ന ഒരു കാലയളവാണ്. ഏതെങ്കിലും തരത്തിൽ സഹോദരങ്ങളൊക്കെ ആയിട്ട് അഭിപ്രായ അനൈക്യമൊക്കെ ഉണ്ടായിരുന്നവർക്ക് അതിൽ നിന്നെല്ലാം മാറി സന്തോഷവും സമാധാനവും ബന്ധുജന ആനുകൂല്യവും ലഭിക്കുന്ന കാലയളവായിരിക്കും. കൂടാതെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള മുന്നേറ്റങ്ങൾ വന്നു ചേരും. സാമ്പത്തിക സ്രോതസ് പല വഴിക്ക് പല വിധത്തിലും സാമ്പത്തിക നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു കാലയളവും ആയിരിക്കും. ഉദ്യോഗസ്ഥർക്ക് പല വിധത്തിലുള്ള നേട്ടങ്ങൾ അവർക്ക് വന്നു ചേരും. അത് പ്രമോഷനായിരിക്കാം, അല്ലെങ്കിൽ അനുകൂലമായിട്ടുള്ള ട്രാൻസ്ഫറൊക്കെ ആയിട്ട് ഒക്കെ വന്നു ചേരുന്ന കാലയളവാണ്. കൂടാതെ പലതരത്തിലുള്ള അംഗീകാരങ്ങൾ ഇവരെ തേടി വരുന്ന ഒരു കാലയളവും കൂടിയായിരിക്കും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂല സമയമാണ്. കലാകാരന്മാർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും പൊതുവെ ശുക്രൻ്റെ ഈ രാശിമാറ്റം ഈ രാശിക്കാർക്ക് ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്നതിന് സഹായകം ആകുന്നതാണ്. ശുക്രൻ്റെ രാശിമാറ്റം മൂലം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന അടുത്ത രാശി കുംഭൻ രാശിയാണ്. കുംഭൻ രാശിയിൽ വരുന്നത് അവിട്ടം നക്ഷത്രത്തിൻ്റെ അവസാന 2 പാദം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യ 3 പാദം എന്നീ നക്ഷത്രങ്ങളാണ്. ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 2ലേക്കാണ് ശുക്രൻ്റെ ഗ്രഹചാരം നടത്തുന്നത്. 2 എന്ന് പറയുന്നത് വിദ്യ, സമ്പത്ത്, വാക്ക്, ഭൂമി എന്നിവയുടെയൊക്കെ കാരകത്വമുള്ള സ്ഥാനമാണ്. ഉച്ചസ്ഥനായി 2ൽ ശുക്രൻ വരുന്നതോടുകൂടി സാമ്പത്തികമായിട്ട് ഈ രാശിക്കാർ അനുഭവിച്ചു കൊണ്ടിരുന്ന ഞെരുക്കങ്ങളൊക്കെ മാറിയിട്ട് പല വിധത്തിലും സാമ്പത്തിക നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. അത് ചിട്ടിയിലൂടെയാകാം, ലോണിലൂടെയൊക്കെ ആകാം. പലതരത്തിലുള്ള സാമ്പത്തിക നേട്ടങ്ങൾ ഈ രാശിക്കാർക്ക് വന്നു ചേരും. കൂടാതെ കുറേ കാലമായിട്ട് പല വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, കേസ് വഴക്കുകളും ഒക്കെ നിലനിന്നിരുന്നവരെ സംബന്ധിച്ച് അതിനകത്തെല്ലാം അനുകൂലമായിട്ടുള്ള അവസ്ഥ സംജാതമാകുന്നതായിരിക്കും. ഭൂമി വാങ്ങുന്നതിനും വാഹനം വാങ്ങുന്നതിനും ഒക്കെ അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം വന്നു ചേരും. പ്രത്യേകിച്ച് ഈ രാശിക്കാർ ഇപ്പോൾ ജന്മശനിയിലൂടെ കടന്നു പോകുന്നവർക്ക് ആ ദുരിതത്തിൽ നിന്നൊക്കെ, ശനി മാറുന്നതിന് മുമ്പ് തന്നെ ആ ദുരിതത്തിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടുന്ന സമയമാണ്. കലാകാരന്മാർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും പല വിധത്തിലുള്ള പ്രതിസന്ധികൾ ഇരിക്കുന്ന ഈ രാശിക്കാർക്ക് മനസ്സുഖവും സന്തോഷവും അംഗീകാരവും, അതായത് ഏതെങ്കിലും തരത്തിലുള്ള അപകീർത്തിയൊക്കെ നേരിട്ടുകൊണ്ടിരുന്നവർക്ക് അതിൽ നിന്നെല്ലാം മോചനം കിട്ടാനും സത്യസ്ഥിതി മനസ്സിലാക്കി അംഗീകാരങ്ങളൊക്കെ തിരിച്ചു എടുക്കുന്നതിനൊക്കെ സഹായകമാകുന്ന ഒരു സമയവുമായിരിക്കും. പൊതുവെ കുംഭൻ രാശിക്കാർക്ക് ശുക്രൻ്റെ ഈ രാശിമാറ്റം വളരെയധികം ഗുണാനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്നതായിരിക്കും. ശുക്രൻ്റെ രാശിമാറ്റം മൂലം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന ഒടുവിലത്തെ രാശി മീനൻ രാശിയാണ്. മീനൻ രാശിയിൽ വരുന്നത് പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന പാദം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജന്മരാശിയിലേക്കാണ് ശുക്രൻ വരുന്നത്. മീനം അവരുടെ ജന്മരാശിയാണ്. ആ ജന്മരാശിയിൽ ശുക്രൻ ഉച്ചസ്ഥനായിട്ട് നിൽക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യപരമായിട്ടും മാനസികമായിട്ടും ദാമ്പത്യപരമായിട്ടും ഒക്കെ പലതരത്തിലുള്ള ദുരനുഭവങ്ങൾ കുറേ കാലം കൊണ്ട് നേരിട്ടുകൊണ്ടിരിക്കുന്ന രാശിക്കാരാണ് മീനൻ രാശിക്കാർ. ദാമ്പത്യപരമായിട്ടുള്ള പ്രതിസന്ധികൾ, സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾ, ബന്ധുജന വിരോധങ്ങൾ ഒക്കെ നേരിട്ടുകൊണ്ടിരുന്ന
ഇവരെ സംബന്ധിച്ച് ശുക്രൻ്റെ ഈ രാശിമാറ്റം മൂലം വളരെയധികം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്നതാണ്. ആരോഗ്യപരമായിട്ടുള്ള പ്രതിസന്ധികളെല്ലാം മാറി മികച്ച ആരോഗ്യവും സമാധാനവും സന്തോഷവും ഒക്കെ വന്നു ചേരുന്ന ഒരു കാലയളവാണ് ശുക്രൻ്റെ രാശിമാറ്റം മൂലം സംഭവ്യമാകുന്നത്. കൂടാതെ വിവാഹം അന്വേഷിക്കുന്നവരെ സംബന്ധിച്ച് വിവാഹ തടസ്സങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം മാറി വിവാഹം നടക്കാൻ പോകുന്ന അല്ലെങ്കിൽ അതിനനുകൂലമായിട്ടുള്ള സ്ഥിതിവിശേഷം വന്നു ചേരുന്നതാണ്. സന്താനങ്ങളെ സംബന്ധിച്ച് വിദേശത്ത് തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവുന്നതാണ്. സന്താനങ്ങളുടെ വിവാഹം നടക്കാനുമൊക്കെ സാധ്യതയുള്ള സമയമാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പല വിധത്തിലുള്ള പ്രതിസന്ധികൾ എല്ലാ രീതിയിലും നേരിട്ടുകൊണ്ടിരുന്ന ഇവർക്ക് അതിൽ നിന്നെല്ലാം ഈ ഒരു കാലയളവ് മോചനം കിട്ടും. ബിസിനസ്സൊക്കെ ഏതെങ്കിലും തരത്തിൽ മുന്നോട്ട് പോകാനും ചെറിയ രീതിയിലാണെങ്കിലും സാമ്പത്തിക നേട്ടങ്ങൾ വന്നു ചേരാനും ഇടയാകുന്ന ഒരു കാലയളവാണ്. കലാകാരന്മാർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കുമെല്ലാം പൊതുവെ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് ശുക്രൻ്റെ രാശിമാറ്റം മൂലം മീനൻ രാശിക്കാർക്ക് വന്നു ചേരാൻ പോകുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ശുക്രൻ്റെ രാശിമാറ്റം മൂലം ഏറ്റവും കൂടുതൽ പ്രയോജനം കിട്ടുന്ന 9 രാശിക്കാരെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.